ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം വിമാനത്തിലെ എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. 242 യാത്രക്കാരായിരുന്നു എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്നത്. അഹമ്മദാബാദിലെ ദുരന്തത്തിൽ എല്ലാവരും ആ വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർ, 10 ക്രൂ മെമ്പേഴ്സ്, ബാക്കി 169 യാത്രക്കാർ എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. രാജ്യത്തെ ഞെട്ടിച്ച വലിയ ആകാശ ദുരന്തമായി തന്നെ അഹമ്മദാബാദിലെ വിമാന ദുരന്തം മാറുകയാണ്. 242 പേരും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചിരിക്കുന്നു. വിവിധ സ്വപ്നങ്ങളുമായി, പല പ്രതീക്ഷകളുമായി പലയിടങ്ങളിലേക്ക് യാത്ര തിരിച്ച മനുഷ്യരാണ്. എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിൽ നിന്നും ടേക്ക് ഓഫിന് ശേഷം മിനിറ്റുകൾക്കുള്ളിലാണ് വിമാനം നിലം പതിച്ചത്, ഒരു തീഗോളമായി മാറിയത്. എന്താണ് സംഭവിച്ചത് എന്നറിയും മുമ്പ് തന്നെ അതിലുള്ള മനുഷ്യരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. എല്ലാവരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ ദുരന്തത്തിന്റെ ആഘാതം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. വിമാനം ടേക്ക് ഓഫിന് ശേഷം വിമാനത്താവളത്തിന് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ജനവാസ മേഖലയിൽ വിമാനം പതിക്കുന്നത്. അതിനുശേഷം ഉയർന്ന കറുത്ത പുക, ആ വിമാനം തീപിടിച്ച് ആ കെട്ടിടങ്ങളെയും തീപിടിപ്പിച്ചുകൊണ്ട് ഉയർന്ന കറുത്ത പുക, ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് തന്നെ ആ അപകടത്തിന്റെ ആഘാതം എത്രയാണ് എന്നത് സൂചിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന വിവരം വരികയാണ്. 242 പേരാണ് ഉണ്ടായിരുന്നത്. 230 യാത്രക്കാർ, 2 പൈലറ്റ്, 10 ക്രൂ മെമ്പേഴ്സ് എന്നിങ്ങനെയായിരുന്നു വിമാനത്തിലെ യാത്രക്കാരുടെയും വിമാനത്തിലുണ്ടായിരുന്നവരുടെ വിവരം. അതിൽ 169 പേർ ഇന്ത്യക്കാരായിരുന്നു, 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു, പോർച്ചുഗീസ് പൗരന്മാരായ 7 പേരുണ്ടായിരുന്നു, ഒരു കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു. ഇപ്പോൾ 242 യാത്രക്കാരും മരിച്ചിരിക്കുന്നു. അവർ ഒരുമിച്ച് യാത്ര പുറപ്പെട്ടതാണ്. അവരുടെ മനസ്സിൽ പല വിധത്തിലുള്ള പ്രതീക്ഷകൾ, ആശകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പല കുടുംബങ്ങളിലെ മനുഷ്യരായിരുന്നിരിക്കും. പക്ഷെ അവരെല്ലാം ഒറ്റയ്ക്ക് യാത്രയായിരിക്കുന്നു, ഒരുമിച്ച് യാത്രയായിരിക്കുന്നു. ആ വിമാനത്തിലെ ആരും അവശേഷിക്കുന്നില്ല എന്ന ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന, ഏറ്റവും ഹൃദയഭേദകമായ വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്.